വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. രാഷ്ട്രീയ കേരളത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മഹനീയമായ വ്യക്തിത്വമാണ്. അതിലേറെ സമൂഹത്തിൻ്റെ ഇത്തരത്തിലുള്ള ജീർണതകളെ ശരിക്കും മനസ്സിലാക്കി അവയെ ഇല്ലാതാക്കണമെന്ന് വളരെയേറെ ആഗ്രഹിക്കുകയും ഞങ്ങൾ ഈ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് കാണുന്നതിന് വേണ്ടി ചെന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് വളരെ പ്രചോദനം നൽകുന്ന വാക്കുകൾ കൊണ്ട് ഞങ്ങളെപ്പോലും സന്തോഷിപ്പിച്ചുകൊണ്ട് ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി എത്തിച്ചേർന്ന നമ്മുടെ ബഹുമാനപ്പെട്ട MLA മുൻ തുറമുഖ വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ അവറുകളെ ഈ മഹനീയമായ സദസ്സിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി നിങ്ങളെല്ലാവർക്കും വേണ്ടി ഹാർദവമായി ക്ഷണിച്ചുകൊള്ളും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഭിവന്ദനായ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ AICTയുടെ ചെയർമാൻ അലി അക്ബർ കരിച്ചാറ, ഖിറാഅത്ത് നടത്തിയിട്ടുള്ള ഹാഫിസ് സിയാദ് മൗലവി അൽ ഖാസിമി, സ്വാഗത ഭാഷണം നടത്തിയ മുഹമ്മദ് റാസി ബാഖവി, പുസ്തക പ്രകാശനം നടത്തുന്ന കല്ലമ്പലം അർഷദ് മൗലവി അൽ ഖാസിമി, ഫാൽക്കൺ ഷിബു, മാമം അബ്ദുൽ ലത്തീഫ് മൗലവി തുടങ്ങി സ്റ്റേജിൽ ഉപവിഷ്ടരായ വിശിഷ്ട വ്യക്തിത്വങ്ങൾ, ആശംസകൾ അർപ്പിക്കുന്ന സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ, വിശിഷ്ട അതിഥികളെ, സുഹൃത്തുക്കളെ, വളരെ സന്തോഷകരമായ ഒരു ചടങ്ങിലാണ് നാം സംബന്ധിച്ചു കൊണ്ടിരിക്കുന്നത്. സമൂഹത്തിൻ്റെ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൻ്റെ സാംസ്കാരികവും വിദ്യാഭ്യാസപരവും ലക്ഷ്യമായി പ്രവർത്തിക്കുന്ന സൈക്കോളജിക്കൽ കൗൺസിലർമാരുടെയും നിസ്വാർത്ഥരായ പണ്ഡിതന്മാരുടെയും ഒരു കൂട്ടായ്മയാണ് അനാർ എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നമ്മൾ ഒത്തുചേർന്നിരിക്കുന്നത് ഒരു അതിമനോഹരമായതും അതിലേറെ കാലഘട്ടം ആവശ്യപ്പെടുന്നതുമായ ഒരു വിഷയത്തെ അധികരിച്ചുള്ള ചർച്ചക്കാണ്. വൈവാഹിക ജീവിതത്തിലേക്ക് കാലെടുത്തു വെച്ച യുവതി യുവാക്കൾ വളരെ പെട്ടെന്ന് തന്നെ അകന്നു പോകുന്നതും ബന്ധം വേർപെടുത്തുന്നതിൽ എത്തുന്നതുമായ സാഹചര്യം വർദ്ധിച്ചു വരികയാണ്. ക്രിസ്ത്യൻ സമുദായത്തിനിടയിൽ വിവാഹത്തിന് മുമ്പ് തന്നെ വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന വധൂവരന്മാർക്ക് കൗൺസിലിംഗ് നൽകി എങ്ങനെ ഒരു വധു അല്ലെങ്കിൽ വരൻ ആയി മാറാം എന്നതിനെക്കുറിച്ചുള്ള പഠനം നടക്കുന്ന സംവിധാനങ്ങൾ വ്യാപകമായി നിലവിലുണ്ട്. മുസ്ലിം സമുദായത്തിനകത്ത് അത്തരം ശ്രമങ്ങൾ സമീപകാലത്ത് മാത്രമാണ് ഒറ്റപ്പെട്ട ഇടങ്ങളെങ്കിലും ആരംഭിച്ചിട്ടുള്ളത്. വർത്തമാനകാലം ആവശ്യപ്പെടുന്ന അനിവാര്യമായ ഒരു വസ്തുത തന്നെയാണ് അത് എന്നത് നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. ഡൈവോഴ്സിലേക്ക് നീങ്ങാൻ പലപ്പോഴും വളരെ ചെറിയ കാരണങ്ങളാണ് ഉണ്ടാകുന്നത് എന്നത് നമ്മുടെ അനുഭവത്തിലൂടെ നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. വൈവാഹിക ബന്ധത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ച് അല്ലെങ്കിൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെക്കുറിച്ച് നേരത്തെ മനസ്സിലാക്കാതെ പോകുന്നത് കൊണ്ടാണ് ഒരുപക്ഷെ ഞാൻ ഉദ്ദേശിച്ച രീതിയിലുള്ള ഭർത്താവിനെയല്ല എനിക്ക് ലഭിച്ചത്, അല്ലെങ്കിൽ ഭാര്യയെ അല്ല എനിക്ക് ലഭിച്ചത് എന്ന തോന്നലിൽ വളരെ പെട്ടെന്ന് തന്നെ ചില തീരുമാനങ്ങളിലേക്ക് എത്താൻ യുവ മിഥുനങ്ങളെ എത്തിക്കുന്നത് എന്ന ദുഃഖകരമായൊരവസ്ഥ നമ്മുടെ മുമ്പിലുണ്ട്. ഡൈവോഴ്സുകൾ ഒരു ഫാഷനായി മാറുന്നു എന്ന് സംശയിക്കപ്പെടേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് ഇത്. പുതിയ തലമുറയിൽ ഒരു വിഭാഗം ആളുകൾ വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നതിന് തന്നെ തയ്യാറാവാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതിലേറെ പണ്ട് കാലത്ത് പെൺകുട്ടികൾ കൂടുതലുണ്ടായാൽ രക്ഷിതാക്കൾക്ക് വല്ലാത്ത ഭയമായിരുന്നു. ഡബറി കൊടുത്ത് കെട്ടിച്ചു വിടാൻ എങ്ങനെ കഴിയും എന്ന വല്ലാത്തൊരു ചിന്ത നമ്മളെ മതിച്ചിരുന്നു. പക്ഷെ വർത്തമാനകാലത്ത് നേരെ തിരിഞ്ഞൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പെൺകുട്ടികൾ വളരെ നന്നായി വിദ്യാഭ്യാസത്തിന് വേണ്ടി സമയം നീക്കി വെക്കുകയും ഉയർന്ന വിദ്യാഭ്യാസം നേടുകയും
ഉദ്യോഗതലങ്ങളിൽ പ്രക്ഷോഭിതമാവുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും കല്യാണം അന്വേഷിച്ച് അങ്ങോട്ട് ചെന്നാൽ പോലും കുറച്ചുകൂടി പഠിക്കട്ടെ എന്നാണ് പല പെൺകുട്ടികളും ഇപ്പോൾ മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വിവാഹ മാർക്കറ്റിൽ പഴയതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പുതിയ സംഭവ വികാസമാണ് ഇപ്പോൾ നടന്നു വരുന്നത് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. വരാനിരിക്കുന്ന ജീവിതത്തിൽ ഏറ്റെടുക്കേണ്ടി വരുന്ന ഉത്തരവാദിത്തങ്ങളെ പറ്റിയുള്ള പേടി, അതുപോലെ തന്നെ വിഹ്വലത, സമ്മർദ്ദം തുടങ്ങിയവ ഇതിന് കാരണമാവുന്നുണ്ട് എന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഇത്തരം സാഹചര്യം നേരിടുന്നതിന് ഒരുതരം കപ്പിൾസ് തെറാപ്പിയാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. പങ്കാളികൾക്ക് ആഴത്തിൽ മനസ്സിലാക്കുന്നതിനും അതിനനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തി മുന്നോട്ട് പോകുന്നതിനും ഇത്തരം കൗൺസിലിങ്ങുകൾ സഹായകമാകും. പ്രീ മാരിറ്റൽ, പോസ്റ്റ് മാരിറ്റൽ കൗൺസിലിംഗ് കോഴ്സുകൾ വിജയകരമായി പൂർത്തിയാക്കിയ ആളുകളെ ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണിത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സ്വാഭാവികമായും കാലഘട്ടത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഈ കോഴ്സുകൾ പഠിക്കാൻ തയ്യാറായിട്ടുള്ള ആളുകളെ എത്ര അഭിനന്ദിച്ചാലും മതിയാവുകയില്ല. ഒരു ജനപ്രതിനിധി എന്ന നിലക്ക് എല്ലാവരെയും അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ഈ കൗൺസിലിംഗ് കോഴ്സുകൾ വിവാഹ ജീവിതത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിനും അതിനെ ആരോഗ്യമുള്ള ബന്ധങ്ങളാക്കുന്നതിന് അനുയോജ്യമായ പരിശീലനം ലഭിക്കുന്നതിനും നിങ്ങളെ സഹായിച്ചിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ ഒരു സാമൂഹിക പ്രശ്നമാണ് മയക്കുമരുന്നിൻ്റെ ഉപയോഗം. നമ്മൾ വിശ്വാസികളെന്ന നിലക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ മദ്രസകളിൽ നിന്നൊക്കെ ഒരുതരം മയക്കുമരുന്നുകളും ഉപയോഗിക്കാൻ പാടില്ല, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ പഠിച്ചവരാണ്. പക്ഷേ വർത്തമാനകാലത്ത് വാർത്തകളിൽ, മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ, കാണുമ്പോൾ, പേരുകൾ കേൾക്കുമ്പോൾ പലപ്പോഴും ലജ്ജിക്കാൻ തോന്നാറുണ്ട്. ആ രീതിയിൽ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും ഈ രംഗത്ത് ഒന്നിനൊന്ന് മെച്ചമെന്ന നിലയിൽ ഈ ലഹരിയുടെ ഉപഭോക്താക്കളോ അതിൻ്റെ പ്രചാരകരോ അല്ലെങ്കിൽ അതിൻ്റെ ഡീലർമാരോ ആയി മാറിക്കൊണ്ടിരിക്കുന്നു എന്നത് ഒരു വസ്തുതയാണ്. സ്വാഭാവികമായും എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു, പ്രത്യേകിച്ച് നന്നായി ധാർമ്മിക വിദ്യാഭ്യാസം നൽകപ്പെട്ടിട്ടുള്ള ആളുകൾക്കിടയിൽ എന്തുകൊണ്ട് ഈ സാഹചര്യം ഉണ്ടാകുന്നു എന്നതിനെക്കുറിച്ച് ഗൗരവപ്രദമായ ഒരു ചർച്ച നടക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് ആഗോളതലത്തിൽ തന്നെ ഒരു സാമൂഹിക വിപത്തായി ഈ ലഹരി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. വർദ്ധിച്ചു വരുന്ന ലഹരി ഉപഭോഗത്തിനെതിരെ നാടാകെ തന്നെ അണിചേരുന്ന വലിയ പ്രതിരോധം സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ മഹല്ലത്തുകളിലും നമ്മുടെ മദ്രസകളിലും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മുടെ കുട്ടികളെ ലഹരിയുടെ അപകടങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അടുത്ത കാലത്ത് ഒരു മാതാവ് ഒരു ചാനലിനോട് പറഞ്ഞത് തൻ്റെ കുട്ടിക്ക് ഒരു സ്കൂളിൽ വെച്ച് കൊടുത്ത ഒരു ചോക്ലേറ്റ് അത് കഴിച്ചതിന് ശേഷം വീട്ടിൽ വന്നപ്പോൾ കുട്ടിക്ക് അസ്വാസ്ഥ്യമുണ്ടായി. ഡോക്ടറെ കാണിച്ചപ്പോൾ അതിലല്പം ലഹരി ഉള്ളിൽ പോയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. വിശ്വസ്തമായി ഒരു ചോക്ലേറ്റ് വാങ്ങി കൊടുക്കാൻ പോലും കഴിയാത്ത സാഹചര്യം ഇപ്പോൾ സംജാതമായിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം നാം ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട്. സ്വാഭാവികമായും സ്നേഹത്തിൻ്റെ പേരിൽ നമ്മൾ കുട്ടികൾക്കൊക്കെ ചോക്ലേറ്റ് കൊടുക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ അപരിചിതർ നൽകുന്ന ചോക്ലേറ്റുകൾ സ്വീകരിക്കാൻ പറ്റാത്തൊരു ഘട്ടത്തിലേക്കാണ് കാലം പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് മറ്റൊരു വസ്തുതയാണ്. മുൻകാലങ്ങളിൽ അമിത മദ്യപാനവും കഞ്ചാവ് പോലെയുള്ള ലഹരി പദാർത്ഥങ്ങളാണ് ഭീഷണി ഉയർത്തിയിരുന്നെങ്കിൽ ഇന്ന് കൂടുതൽ മാരകമായ MDMA പോലെയുള്ള രാസരേഖകളിലേക്ക് ഒരു വിഭാഗം വഴിമാറിയിരിക്കുന്നു. പഴയകാലത്ത് മദ്യപിച്ച് വരുന്ന ഒരാളെ നമുക്ക് സ്മെല്ല് കൊണ്ട് തിരിച്ചറിയാൻ കഴിയും. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നടത്തം, ആടിയും ചാടിയും പാടിയുമൊക്കെയുള്ള നടത്തം കാണുമ്പോൾ ഇദ്ദേഹം മദ്യപിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം, ഒരു ലക്ഷണങ്ങളുമില്ലാതെ MDMA ഉപയോഗിക്കുന്ന കുട്ടികൾ സുഖമായി വീട്ടിൽ വന്ന് കിടന്നുറങ്ങും. നമ്മൾ ധരിക്കുക കുട്ടികളെ റെസ്റ്റ് എടുക്കുന്നതാണെന്നാണ്. അതേപോലെ തന്നെ പഴയ കാലത്ത് നമ്മുടെ കുട്ടികളുടെ പുസ്തകം മറിച്ചാൽ ഗാന്ധിജിയുടെ ഒക്കെ ചില സ്റ്റാമ്പുകൾ ഇതിൽ കാണും. ഇപ്പോൾ കാണുന്ന സ്റ്റാമ്പുകൾ കാണുമ്പം ഗാന്ധിജിയുടേതായിരിക്കും. പക്ഷെ ആ സ്റ്റാമ്പ് ഒന്ന് സ്മെല്ല് ചെയ്താൽ അല്ലെങ്കിൽ നാവിനടിയിൽ വെച്ചാൽ വലിയ ലഹരി ലഭിക്കുന്ന സ്റ്റാമ്പുകളാണ് എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. സമീപകാലത്തൊരു പുസ്തകത്തിൽ വായിക്കാൻ കഴിഞ്ഞത് ഒരുതരം അത്തർ കയ്യിൽ പുരട്ടിയാൽ ആ കൈ കൊണ്ട് പിടിക്കുന്ന കുട്ടി പിന്നീട് അവരുടെ കൂടെ വരും. അത്രയും മാസ്മരിക ശക്തിയുള്ള ലഹരി രാജ്യത്ത് ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായി ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അതോടൊപ്പം തന്നെ ലഹരി ഉപയോഗിക്കുന്ന
കുടുംബങ്ങളിൽ നിന്നുള്ള വിവാഹബന്ധങ്ങൾ ഇല്ലാതാക്കാൻ, പ്രോത്സാഹിപ്പിക്കാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. മഹലുകൾക്ക് പറയാൻ സാധിക്കണം, ലഹരി ഉപയോഗിക്കുന്ന ആളുകളുമായുള്ള ഒരു വിവാഹവും ഞങ്ങൾ നടത്തിക്കൊടുക്കില്ല എന്ന് തീരുമാനിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ തീരുമാനിച്ചാൽ സ്വാഭാവികമായും മതബോധമുള്ള ആളുകൾ അംഗീകരിക്കും. അല്ലാത്തൊരു കൂട്ടർക്ക് വിവാഹം രജിസ്റ്റർ ചെയ്യാൻ ഈ രാജ്യത്തെ നിയമം അനുസരിച്ച് സംവിധാനങ്ങളുണ്ട് എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അതോടൊപ്പം തന്നെ ഇപ്പോൾ കല്യാണം കഴിക്കാൻ പോലും കുട്ടികൾ തയ്യാറാകുന്നില്ല. കാരണം അതൊരു ഉത്തരവാദിത്തമാണ്. അതിലേറെ വേണമെങ്കിൽ നമുക്ക് ജോയിൻറ്റ് ടുഗദർ എന്ന രീതിയിൽ ഒന്നിച്ച് താമസിക്കാം എന്ന രീതിയിലേക്ക് പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികൾ, പ്രത്യേകിച്ച് കേരളം വിട്ട് പഠിക്കുന്ന കുട്ടികൾ ആ രീതിയിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ നമുക്ക് കുട്ടികളെ വളരെ നേരത്തെ തന്നെ ബോധപ്പെടുത്താനും ഒരു കാരണവശാലും അത്തരം റിലേഷൻസ് നിങ്ങൾക്കുണ്ടാകാൻ പാടില്ല എന്നതിനെക്കുറിച്ചുള്ള ഗൗരവതരമായ രീതിയിൽ പഠനം നടത്തി കൊടുക്കാനും നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. മാരക വിഷവസ്തുക്കളായ രാസവസ്തുക്കളുടെ സങ്കലനങ്ങൾ ചോക്ലേറ്റ് രൂപത്തിലും മിഠായിയായും നമ്മുടെ പെഞ്ചുകുട്ടികളിൽ വരെ ലഹരിക്കായി വിതരണം ചെയ്യപ്പെടുന്നു എന്നതാണ് വർത്തമാനകാലത്തെ മറ്റൊരു യാഥാർത്ഥ്യം. നമ്മുടെ ഭാവി തലമുറയെ സംബന്ധിച്ചിടത്തോളം അവരെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെയേറെ ഉത്തരവാദിത്തമുള്ള ഒരു ജോലിയാണ്. ഈ രംഗത്ത് നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ ഓരോരുത്തരും അല്ലെങ്കിൽ രക്ഷിതാക്കൾ കൂടുതൽ സമയം കുട്ടികൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. പുതിയ കാലത്ത് ഭാര്യയും ഭർത്താവും ജോലി ചെയ്യുന്നവരാണ്. സ്വാഭാവികമായും രണ്ടു കൂട്ടർക്കും സമയമില്ലാത്തൊരു സാഹചര്യമുണ്ട്. കുട്ടികൾ അവർക്ക് കഥകൾ പറയാൻ തൊട്ടടുത്ത വീട്ടിലോ അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കളെയോ മാത്രമാണ് ആശ്രയിക്കുന്നത്. കുട്ടികൾക്ക് ഹൃദയം തുറന്ന് സംസാരിക്കാൻ മാതാപിതാക്കൾ ലഭ്യമാകുന്ന അവസരമില്ലെങ്കിൽ കുട്ടികൾ അവരോടൊപ്പം സല്ലപിക്കാൻ ആരാണോ വരുന്നത് അവരോടൊപ്പം പോകുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ ഗൗരവതരമായി തന്നെ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുള്ള ഒരു ശ്രമം കൂടിയാവട്ടെ ഈ സംഗമം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ കൗൺസിലിംഗ് കോഴ്സ് പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റ് സ്വീകരിക്കുന്ന വിദ്യാർത്ഥികൾക്കും മറ്റുള്ളവർക്കും ഹൃദയംഗമമായ അഭിനന്ദനങ്ങൾ ഒരിക്കൽ കൂടി നേരുന്നു. പണ്ഡിതന്മാരെ കൊണ്ട് സമ്പുഷ്ടമായ ഒരു സദസ്സായതുകൊണ്ട് ദീർഘമായി അത്തരം കാര്യങ്ങളിലേക്ക് കടന്ന് സംസാരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. യുവതലമുറയുടെ നവീകരണം ലക്ഷ്യമാക്കിക്കൊണ്ട് അലി അക്ബർ കരിച്ചാറ രചിച്ച എൻ്റെ രക്ഷിതാവിനെ ഞാൻ അറിഞ്ഞുവോ എന്ന പേരിൽ ഇവിടെ പ്രകാശനം ചെയ്യുന്ന പുസ്തകം, അതിൻ്റെ ഉള്ളടക്കവും പ്രതിപാദ്യവുമൊക്കെ കൂടുതൽ ആളുകളിലേക്ക് ഈ അറിവും അവബോധവും എത്തിക്കുന്നതിന് സഹായകമാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആരോഗ്യകരമായ വിവാഹ ബന്ധങ്ങളുടെ ഒത്തുചേരുന്ന ഓരോ ശ്രമത്തിനും സമ്പൂർണ്ണ പിന്തുണ നൽകേണ്ടത് സമൂഹത്തിൻ്റെ പൊതുവായ കടമയാണ്. ഈ പരിശീലനങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ള സൈക്കോളജിക്കൽ കൗൺസിലർമാരെയും അതിന് നേതൃത്വം നൽകുന്ന പണ്ഡിതരും ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഹൃദയംഗമമായ നന്ദി അറിയിക്കുന്നു. നാം കൂടുതൽ മനസ്സിലാക്കുന്ന പരസ്പരം മാന്യവും കരുണാപൂർവമായ ബന്ധങ്ങൾ നിർമ്മിക്കാൻ ഈ പ്രവർത്തനങ്ങൾ സഹായിക്കുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അനാർ എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് സംഘടിപ്പിച്ചിട്ടുള്ള ഈ സർട്ടിഫിക്കറ്റ് വിതരണ സംഗമവും പുസ്തക പ്രകാശനവും സർവശക്തനായ അള്ളാഹുവിന്റെ നാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് നിർവഹിച്ച് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.